റോഷ്നി, ഇവിടെ ഈ പാമ്പ് എന്ന് പറയുന്നത് ഒരു സാധാരണ ജീവിവർഗം തന്നെയാണെങ്കിലും അത് അങ്ങനല്ലല്ലോ. യഥാർത്ഥത്തിൽ ഒരുപാട് വിശ്വാസങ്ങൾ, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ഒരുപാട് ദുരൂഹതകളൊക്കെ ചൂഴ്ന്നു നിൽക്കുന്ന കാലാകാലങ്ങളിൽ മനുഷ്യൻ വേറൊരു കണ്ണിൽ കൂടി കാണുന്ന ഒരു ജീവി കൂടിയാണല്ലോ അതിനെ. പോട്ടെ, വേറെ കാര്യം. പാമ്പ് മനുഷ്യൻ ഒരുമിച്ച് ജീവിക്കണം, നല്ല ആവാസ വ്യവസ്ഥയുടെ ലക്ഷണമാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ എത്രത്തോളം അത് സാധ്യമാകുമെന്നും അറിയില്ല. അപ്പം നിങ്ങൾ പാമ്പിനെ പിടിക്കുന്നുണ്ട്. ഈ പാമ്പിനെ പിടിച്ച് ഇതെവിടെയാണ് കൊണ്ടിടുക? ആ ഇടുന്ന പാമ്പ് തിരികെ അങ്ങോട്ടേക്ക് വരില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന പാമ്പുകളെല്ലാം വനത്തിനുള്ളിലാണ് റിലീസ് ചെയ്യുന്നത്. പാമ്പിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് വനങ്ങൾ മാത്രമല്ല, നമ്മൾ മനുഷ്യർ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടും എല്ലാം പാമ്പിൻ്റെ ആവാസ വ്യവസ്ഥയാണ്. അല്ലാതെ പാമ്പുകൾ വനത്തിൽ മാത്രമാണ് ജീവിക്കുന്നത്, നാട്ടുമ്പുറത്ത് കാണുന്നു നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നാട്ടുമ്പുറത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു, നേരത്തെ സാറ് പറഞ്ഞതുപോലെ സിറ്റിയിലൊക്കെ ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പാമ്പിനെ കാണുന്നുണ്ട്. അപ്പോൾ പാമ്പിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും വനങ്ങൾ മാത്രമല്ല. പക്ഷേ ശരിക്കും നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു ദ്രോഹം കൂടിയാണ്. ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി മറ്റൊരു ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വേറെ നിവർത്തിയില്ല, അങ്ങനെ ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലത്തു നിന്നും റെസ്ക്യൂ ചെയ്യുന്ന പാമ്പുകളെ നമ്മൾ വനത്തിനുള്ളിലേക്ക് അവർക്ക് സ്വൈര്യ ജീവിതത്തിൽ നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ തിരിച്ചു വരുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എല്ലാ പാമ്പുകളും തിരിച്ചു വരും എന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷേ മലമ്പാമ്പ് പോലെയുള്ള പാമ്പുകൾ പലതും തിരിച്ചു വരുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ പലപ്പോഴും സംശയം തോന്നാറുണ്ട്. കാരണം മലയോര പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് മലമ്പാമ്പുകൾ എനിക്ക് തോന്നുന്നു ഇതുവരെ 187 മലമ്പാമ്പിനെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ശരിക്കും വനത്തിൽ ചെറിയ ചെറിയ ജീവികൾ വളരെ കുറവാണ്. ഇപ്പോൾ പെരിച്ചാഴിയെ പോലെയോ എലിയെ പോലെയോ അല്ലെങ്കിൽ കാട്ടുമുയലോ അതുപോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ശരിക്കും ഇന്ന് വനത്തിൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ കാട്ടുപന്നി എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് നാട്ടുപന്നിയായി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ പെരുമ്പാമ്പെന്ന് പറയുന്നതും കാട്ടുപന്നി എന്ന് പറയുന്നതും പ്രേയും പ്രഡേറ്ററുമാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷിക്കുന്നവരാണ്. പാമ്പ് പന്നിയും പിടിക്കാറുണ്ട്, പെരുമ്പാമ്പ് അതുപോലെ പന്നി തിരിച്ച് പാമ്പിനെയും പിടിക്കാറുണ്ട്. അപ്പോൾ ഈ മലമ്പാമ്പിനൊക്കെ നാട്ടുംപുറത്ത് വന്നു കഴിഞ്ഞാൽ കാട്ടുപന്നിയെ പോലെയുള്ള ചെറിയ ജീവികൾ അല്ലെങ്കിൽ പൂച്ച പോലെയുള്ള തെരുവ് പട്ടികൾ ഇതെല്ലാം ഒത്തിരി ഉണ്ട്. കോഴി ഫാമുകൾ, അല്ലാതെ പന്നി ഫാമുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് അതിന് ഫുഡ് വളരെ ഭംഗിയായിട്ട് അധികം മെനക്കെടാതെ ഫുഡ് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരെ മലമ്പാമ്പും ഒക്കെ കണ്ടാൽ പേടിയാവുമെങ്കിലും അത് വെനമസല്ലെന്ന് തോന്നുമല്ലേ? അത് കണ്ടാൽ നമുക്ക് പേടിയാവുമെങ്കിലും അത് വെനമസല്ലെന്ന് തോന്നുന്നു. അതിന്റെ കാര്യത്തിൽ അത് കണ്ടാൽ ഇതുണ്ടെന്ന് അറിയുകയും ചെയ്യാമല്ലോ. അതല്ലാതെ ഈ പറയുന്ന ശങ്കുവരനെ പോലെ എവിടെ കയറി ഇരിക്കില്ലല്ലോ. അതെ, പെരുമ്പാമ്പെന്ന് പറയുന്നത് നോൺ വെനമസ് ആണ്. പിന്നെ സൈസ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പെരുമ്പാമ്പിനെ തന്നെ, പക്ഷേ ശരിക്കും അണലിയും പെരുമ്പാമ്പും തമ്മിൽ വളരെ സാമ്യമുള്ളതാണ്. പെരുമ്പാമ്പിനെ അണലിയെ ഇവർ തെറ്റിദ്ധരിച്ച് പെരുമ്പാമ്പാണെന്ന് കയറി പിടിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്കിതിലൂടെ അത് തന്നെയാണ് വീണ്ടും വീണ്ടും പ്രേക്ഷകരോടും പറയാറുള്ളത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന സമയമാണ്, വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളെയൊക്കെ പല സ്ഥലത്തും പിടിക്കുന്നതായിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് പലതും, ഞാനിപ്പോൾ റാപ്പിഡ് റെസ്പോൺസ് ടീമിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് പാമ്പുകളെ കൊണ്ടുവച്ചിട്ട് നമ്മൾ അതിനെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ ചെയ്യുന്നത്, പല ആൾക്കാരും ചെയ്യുന്നത് കുഞ്ഞു പാമ്പാണ് എന്ന് കരുതി ഇതിനെ കുപ്പിയിലാക്കിയൊക്കെ കൊണ്ടുവരുന്ന ഒരു പ്രവർത്തികളോ പ്രശ്നം അത് തന്നെയാണ്. നമുക്കൊരു കുഞ്ഞു പാമ്പ് കടിച്ചാലും മുട്ട വിരിഞ്ഞ് ഇറങ്ങുന്ന ദിവസം കടിച്ചാൽ പോലും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പാമ്പിനെ കാണുമ്പോൾ നമ്മൾ 108 ആംബുലൻസ് 108 നമ്പർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. നമ്മളത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർപ്പയുടെ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഫോണിലൊന്ന് കിടന്നു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. ആപ്ലിക്കേഷൻ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് വോളണ്ടിയേഴ്സിൻ്റെ എല്ലാം നമ്പറുണ്ട്. ഈ പാമ്പിനെ ഒരു കുപ്പിയിലാക്കാൻ ശ്രമിക്കുന്ന സമയം മതി, അല്ലെങ്കിൽ ഒരു പെരുമ്പാമ്പിനെ കണ്ടപ്പോൾ ചാക്കിലാക്കി വെച്ചിട്ട് വിളിക്കുന്ന ആ സമയം മതി. പലരും ചെയ്യാറുണ്ട്, ചാക്കിലാക്കി വെച്ചിട്ട് നമ്മൾ പോയി നോക്കുമ്പോൾ ശരിക്കും പെരുമ്പാമ്പായിരിക്കില്ല, അണലിയായിരിക്കും. അപ്പോൾ അതൊക്കെ വളരെ ഭാഗ്യം കൊണ്ട് തട്ടി പോകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ജനങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ഒരുപാട് അവയർനെസ് കൊടുക്കുന്നുണ്ട്. അത് ചെയ്യരുത്. സർപ്പയുടെ ആപ്ലിക്കേഷൻ എടുത്തു വെച്ചാൽ അതിൽ ഒരുപാട് ലൈസൻസ് ഉള്ള നമുക്ക് ഒത്തിരി വോളണ്ടിയേഴ്സ് ഉണ്ട്. രാത്രിയും പകലും വളരെയധികം സജീവമായി ആക്റ്റീവായിട്ട് ഓടി നടന്ന് ഈ കാര്യം ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള റെസ്ക്യൂവർ എത്തി അതിനെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് മാറ്റിത്തരുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് ഒരു പ്രയാസം എനിക്ക് തോന്നുന്നു. ഈ ദിവസമായതുകൊണ്ട് കുറേ ആളുകൾ ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമായിരിക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ നേരത്തെ ഡോക്ടർ റോഷി പറഞ്ഞതുപോലെ ആപ്പ് സ്റ്റോറിൽ ഇപ്പോൾ എനിക്ക് ഐഫോണിൽ ഈ ആപ്പ് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ശരിയാക്കണം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.